കല്ലുവാതുക്കൽ സമുദ്ര സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത കഥാപ്രസംഗകനായ വി സാംബശിവൻ ജന്മവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. കഥാപ്രസംഗ കലയെ ഉയരങ്ങളിലെത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് വി സാംബശിവൻ. ജൂലൈ 4 വൈകുന്നേരം 5 മണിക്ക് കല്ലുവാതുക്കൽ സമുദ്രതീരം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കഥാപ്രസംഗകനായ നരിക്കൽ രാജീവ് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. കഥാപ്രസംഗമെന്ന് കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ഏതൊരു കഥാപ്രസംഗ ആസ്വാദകൻ്റെ മനസ്സിലേക്കും ഓടിയെത്തുന്ന ഒരേ ഒരു പേരേ ഉള്ളൂ, അത് വി സാംബശിവൻ എന്നാണ്. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലെയുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളും വായനശാലകളും സന്നദ്ധ സംഘടനകളുമൊക്കെ ഈ മഹാനായ കലാകാരനെ അനുസ്മരിക്കുകയാണ്. ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ വിസ്മരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിസ്തുലമായ സംഭാവനകൾ സാംസ്കാരിക മേഖലയിലും കഥാപ്രസംഗ രംഗത്തും ഒക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വി സാംബശിവനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാധാരണക്കാരൻ്റെ നാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ കഥകളും. അടിച്ചമർത്തപ്പെട്ടവൻ്റെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെ, കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കാൻ വിധിക്കപ്പെട്ടവരുടെ, അങ്ങനെ സാധാരണക്കാരുടെയും കർഷക തൊഴിലാളികളുടെയും പാവങ്ങളുടെയും ഒക്കെ ഒരു ശബ്ദമായിരുന്നു വി സാംബശിവൻ. അത് അദ്ദേഹത്തിൻ്റെ ഏത് കഥകളെടുത്ത് നോക്കിയാലും നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതായിരുന്നു വി സാംബശിവൻ. കഥാപ്രസംഗം എന്ന കലയെ ഒരു ജനകീയ കലയാക്കി മാറ്റി, ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയ ആ മഹാനുഭാവൻ്റെ ദീപ്തസ്മരണകൾക്ക് മുന്നിൽ ഞാൻ ശിരസ്സ് നമിക്കുകയാണ്. ഇവിടെ ശ്രീകുമാർ സാർ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ കഥകൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് എന്ന് ഓരോ കഥകളും ഓരോരുത്തരും പറയുകയാണ്. ആ ഓരോ കഥകളും ഓരോരുത്തരുടെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണ്. അതിൽ ഓരോ പാട്ടുകളായാലും അതിലെ സംഭവങ്ങളായാലും ആ കഥയുടെ സന്ദേശങ്ങളായാലും അതിലെ സാമൂഹ്യ വിമർശനങ്ങളായാലും ഒക്കെ നമ്മുടെ മനസ്സിലങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അത് മറ്റൊരു കലാകാരനും, കാരണം ഏകദേശം 15,000-ഓളം വേദികളിൽ ഏറ്റവും കൂടുതൽ ആളുകളോട് സംസാരിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഒരിക്കലും സാംസ്കാരിക ലോകം മറക്കാൻ പറ്റുകയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഏത് കഥകളെടുത്ത് നോക്കിയാലും 1949 ആണ് അദ്ദേഹം ആദ്യമായി കഥ പറയുന്നത്. ഇത് കഥാപ്രസംഗ കലയുടെ 101ാമത് വർഷമാണ്. കഥാപ്രസംഗ കല പിറവി കൊണ്ടിട്ട് 101 വർഷമാകുകയാണ്. 1924 കഥാപ്രസംഗകല ജന്മമെടുക്കുന്നത്. അതുവരെ കഥാപ്രസംഗത്തിൻ്റെ ഒരു പൂർവ്വകല എന്ന് നമ്മൾ കരുതുന്നത് ഹരികഥയാണ്, ഹരികഥ കാലക്ഷേപം. ഇന്നും നമ്മുടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഒരു കലാരൂപമുണ്ട്. ഹരികഥ എന്ന കലാരൂപം ഇന്നും നിലവിലുണ്ട്. കേരളത്തിൽ എത്രമാത്രം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ നീലകണ്ഠ ശാസ്ത്രികൾ, അദ്ദേഹം ഒരു ഹരികഥ കാലക്ഷേപം നടത്തുന്ന ഒരാളായിരുന്നു. അദ്ദേഹം മാർക്കണ്ഡേയ ചരിതം തിരുവനന്തപുരത്ത് അവതരിപ്പിച്ചപ്പോൾ മഹാകവി കുമാരനാശാൻ അത് കേൾക്കാനിടയായി. അങ്ങനെ കുമാരനാശാൻ്റെ മനസ്സിൽ തോന്നിയ ഒരാശയം, എന്തുകൊണ്ട് എൻ്റെ കൃതികൾ ഇതുപോലെ പാടിപ്പറഞ്ഞ് സാധാരണ ജനങ്ങൾക്ക് അവരിലേക്ക് എത്തിച്ചു, എന്തുകൊണ്ട് ആ കഥകൾ, തൻ്റെ കവിതകൾ ഇതുപോലെ പാടിയും പറഞ്ഞും അവതരിപ്പിച്ചുകൂടാ? കാരണം അന്ന് നമുക്കറിയാം, ഇത്തരം കലാരൂപങ്ങൾ അന്നൊരു സാധാരണക്കാരന്, പാവങ്ങൾക്ക് അപ്രാപ്യമായിരുന്നില്ല. അത് വരേണ്യവർഗത്തിന് മാത്രം ഇത്തരം കലാരൂപങ്ങൾ ആസ്വദിക്കാൻ മാത്രം പറ്റിയ ഒരു സന്ദർഭമായിരുന്നു. കാരണം കുമാരനാശാൻ്റെ തന്നെ കൃതികൾ
സാധാരണക്കാർക്ക് അന്ന് വായിക്കാൻ കഴിയുമായിരുന്നില്ല. എന്തുകൊണ്ടാണ്? അന്ന് അവർക്ക് അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് ജനങ്ങളിലെത്തണം, സാധാരണക്കാരിലെത്തണം. അങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ അടുക്കലെത്തുകയും അദ്ദേഹം ഇതിനു വേണ്ടുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നൽകി. അങ്ങനെ പണ്ഡിറ്റ് കറുപ്പൻ അതിന് ആവശ്യമായ ഗാനങ്ങൾ എഴുതി ചിട്ടപ്പെടുത്തി. 1924 തലശ്ശേരിക്കാരനൊരു കുഞ്ഞിരാമനാണ് ഈ കഥാപ്രസംഗം എന്ന കലയ്ക്ക് കഥാപ്രസംഗം എന്ന് പേര് നൽകുന്നത്. അങ്ങനെ 1924 വടക്കൻ പരവൂരിൽ ചേന്ദമംഗലത്ത് കേളപ്പനാശാൻ എന്ന വലിയൊരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ കളരിയിൽ ആണ് കുമാരനാശാൻ്റെ ചണ്ടാലഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യം ആദ്യമായി കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് ധാരാളം മഹാരഥന്മാർ, കെ വാദ്യാരും എം പി മന്മഥനും ജോസഫ് കൈമാപ്രഭനും അടക്കം, കടാമംഗലം സദാനന്ദൻ അടക്കം ഈ കലാരംഗത്തേക്ക് കടന്നു വന്നവരാണ്, മഹാന്മാരാണ്. അങ്ങനെ ഈ കല, കഥാപ്രസംഗം എന്ന കല, തനിക്കും ഒരു കഥ പറയണമെന്നൊരാഗ്രഹമുണ്ടായി. അത് വെറുതെ തോന്നിയ ആഗ്രഹമല്ല വി സാംബശിവന്. 1949 ചതയം നാളിൽ ഗുഹാനന്തപുരത്തെ ആ ക്ഷേത്രമുറ്റത്ത് പെട്രോൾ മാക്സിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം കഥ പറയാൻ തീരുമാനിച്ചു. വേദിയൊക്കെ ഒരുങ്ങി. അന്ന് കറണ്ടൊന്നുമില്ല, പെട്രോൾ മാക്സിൻ്റെ വെളിച്ചത്തിലാണ്. അദ്ദേഹം തിരഞ്ഞെടുത്ത കഥ ചങ്ങമ്പുഴയുടെ ദേവത എന്ന കഥയായിരുന്നു. അദ്ദേഹം ആരംഭിച്ചത് ഇങ്ങനെയാണ്: പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എനിക്ക് കലാലയ വിദ്യാഭ്യാസം ചെയ്യാൻ കലശലായ മോഹമുണ്ട്. ഞാനൊരു കഥ പറയാം. എൻ്റെ കയ്യിൽ പണമില്ല, എനിക്ക് വിദ്യാഭ്യാസത്തിന് പണമില്ല, ഞാനൊരു കഥ പറയാം, നിങ്ങളെന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കഥാവേദിയിൽ തുടക്കം കുറിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് ആ കഥ ജനങ്ങൾ ഇരുകയും നീട്ടി സ്വീകരിച്ചു. പിന്നീട് ഇങ്ങോട്ട് എത്രയെത്ര കഥകൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നീട് ഇങ്ങോട്ട് കൊച്ചു സീതയും ഐഷയും, മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും നീളെ കുഞ്ഞു തൊങ്ങൽ തുന്നിച്ചേർത്ത പാവാട ചുറ്റും, കൈകളിൽ പൊട്ടിച്ചിരിക്കും വളകളും കൈതപ്പൂ തിരികിയ ചുരുളൽ മുടിക്കെട്ടും, പുഞ്ചിരി അടരാത്ത മുഖവും തേനൂറുന്ന കൊഞ്ചലും, മറക്കുമോ നിങ്ങളെന്നൈഷയെ, മറക്കുമോ നിങ്ങളെന്നൈഷയെ. ഇന്നും കഥാപ്രസംഗ സ്നേഹികൾ ഐഷയെ, വയലാറിൻ്റെ ഐഷയെ സാംബശിവനിലൂടെയാണ് ഓർക്കുന്നത്. നമുക്ക് തോന്നും നമ്മുടെ തലമുറയിൽപ്പെട്ടവർ മാത്രമാണെന്ന്. അല്ല, ഇന്നും ആ കഥകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പുതിയ തലമുറയിലെ ആൾക്കാർ പേർത്തും കേൾക്കുന്നുണ്ട്. അത്തരം കഥകൾ പിന്നീട് ഇങ്ങോട്ട് എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രേമശില്പി, അതുപോലെ തന്നെ പുള്ളിമാൻ, പിന്നീട് ഈ ഖണ്ഡകാവ്യങ്ങളൊക്കെ മലയാള സാഹിത്യത്തിൽ ദുർലഭമായപ്പോൾ പിന്നീട് വൈദേശിക സാഹിത്യ കൃതിയിലേക്ക് കടന്നു. അനീസ്യ, ടോൾസ്റ്റോയുടെ ദ പവർ ഓഫ് ഡാർക്ക്നെസ്, അനീസ്യ എന്ന പേരിൽ അദ്ദേഹം അവതരിപ്പിച്ചു. പുഷ്പിത ജീവിത വാടിയിലോ ഒരപ്സര സുന്ദരി ആണനീസ്യ, ആരാധകരില്ലാത്ത വനിതൻ ആരോമൽ നായികയാണനീസ്യ, പുഷ്പിത ജീവിത വാടിയിലോ ഒരപ്സര സുന്ദരിയാണനീസ്യ. അനീസ്യ എങ്ങനെയാണ് നമുക്ക് മറക്കാൻ കഴിയുക? അദ്ദേഹത്തിൻ്റെ ഒഥല്ലോയെ, ഷേക്സ്പിയറുടെ വിഖ്യാതമായ നാടകം ഒഥല്ലോ, അപ്സരസാണെൻ്റെ ഡെസ്ഡമൺ ഹൃദ്യമായി പാടുമാടും സുഹൃത് സമ്മേളനങ്ങളിൽ, സൽസ്വഭാവത്തിൻ്റെ ദേവതയാണവൾ, സംശയിക്കില്ലൊരു കാലവും നിന്നെ ഞാൻ, അപ്സരസാണെൻ്റെ ഡെസ്ഡമൺ ഹൃദ്യമായി പാടുമാടും സുഹൃത് സമ്മേളനങ്ങളിൽ. ഒഥല്ലോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച 20-ാം നൂറ്റാണ്ട്, നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ
സാധാരണക്കാരും പാവപ്പെട്ടവരും അനുഭവിക്കുന്ന തീവ്രമായ ദുരിതങ്ങളും ബംഗാളിൻ്റെ പശ്ചാത്തലത്തിൽ ഏതാനും കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം വരച്ചു കാട്ടുകയാണ്. അന്നത്തെ ഭരണകൂടത്തെ നിശിതമായി വിമർശിച്ച അദ്ദേഹത്തെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലടച്ചു. അന്ന് അദ്ദേഹം പിന്നീടത് വളരെ രസകരമായി തൻ്റെ ഒരു അവസ്ഥ, അന്ന് നേരിട്ട ഒരു അനുഭവം വളരെ രസകരമായി പറയുന്നുണ്ട്. അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് നാവടക്കൂ പണിയെടുക്കൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാവടക്കിയാൽ എൻ്റെ പണി നടക്കൂ, എന്നാൽ പിന്നെ സാംബശിവൻ പോരെ പൂജപ്പുര സെൻട്രലിലോട്ട് പോരട്ടെ എന്നൊക്കെ അദ്ദേഹം പിന്നീട്, ഞാൻ അദ്ദേഹത്തിൻ്റെ അവസാനമായ കഥകൾ 7 നിമിഷങ്ങൾ എന്ന കഥയാണ് നഞ്ചൽ എന്ന സ്ഥലത്ത് വെച്ചാണ് കേൾക്കുന്നത്. അന്നും അദ്ദേഹം ഈ ഒരു സംഭവം അത് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ സാധാരണക്കാരൻ്റെ, പാവപ്പെട്ടവൻ്റെ, അടിച്ചമർത്തപ്പെട്ടവൻ്റെ കണ്ണീരും സ്വപ്നങ്ങളും അവരുടെ വേദനകളും സന്തോഷങ്ങളും ഒക്കെ തൻ്റെ കഥകളെല്ലാം ഉൾക്കൊള്ളിച്ച് സാധാരണക്കാരുടെ ഒരു ശബ്ദമായി കഥാപ്രസംഗ കലയുടെ പര്യായമായി മാറിയ ആ ഒരു മഹാനായ കഥയൻ ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സമുദ്ര സാംസ്കാരിക കേന്ദ്രം ചെയർമാൻ പ്ലാക്കാട് ശ്രീകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സാംബശിവൻ എന്ന കലാകാരൻ കഥാപ്രസംഗം എന്ന കലയുടെ ഒരു സർവകലാശാല എന്ന് വിശേഷിപ്പിക്കാം. സർവ കലകളുടെയും ഒരു സംഗമ സ്ഥാനമാണ് കഥാപ്രസംഗം. കഥാപ്രസംഗമെല്ലാം എല്ലാ കലകളെയും പോലല്ല, മറ്റുള്ള കലകളെ പോലെ അല്ല. ഒരു സംഗീത പരിപാടി അവതരിപ്പിക്കുന്ന ഒരാൾ നമ്മുടെ ഒരു വേദിയിൽ നിന്ന് പഠിച്ച പാട്ടുകൾ പാടും, അല്ലേ? നാടക കലാകാരൻ കിട്ടിയ വേഷം വേദിയിൽ നിന്ന് ഭംഗിയായിട്ട് അവതരിപ്പിക്കും. ഒരു നർത്തകി അല്ലെങ്കിൽ നർത്തകൻ അയാൾ പഠിച്ച ആ നൃത്ത അഭ്യാസം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇങ്ങനെ വിവിധ കഥകളി നടനും ഒക്കെ അങ്ങനെയാണ്. പക്ഷെ ഒരു കഥാപ്രസംഗകൻ അല്ലെങ്കിൽ ഒരു കാഥികൻ അങ്ങനെയല്ല. അയാൾക്ക് ഈ പറഞ്ഞ കലാകാരന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരുപാട് ശേഷികളുണ്ടായിരിക്കണം. വളരെയേറെ കരുത്തുള്ള, അടിത്തറയുള്ള, കലാപരമായ, പാണ്ഡിത്യപരമായ വളരെ ശേഷിയും കൊണ്ടുണ്ടെങ്കിൽ ഒരു കഥാപ്രസംഗകനാകാൻ പറ്റും. യഥാർത്ഥത്തിൽ ഒരു കഥാപ്രസംഗനാകാൻ പറ്റും. ആ ശേഷികളെല്ലാം ഒത്തിണങ്ങിയ ഇതാണ് കഥാപ്രസംഗ കല എന്ന് നമുക്ക് പ്രതീകമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു കലാരൂപം തന്നെയായി മാറിയ കലാകാരനായിരുന്നു സാംബശിവൻ. പ്രധാനമായിട്ടൊരു കാഥികൻ നല്ല വായനക്കാരനായിരിക്കണം. നല്ല വായനക്കാരൻ എന്ന് പറഞ്ഞാൽ നോവലുകളോ ചെറുകഥകളോ കവിതകളോ മാത്രം വായിക്കുന്ന ആളല്ല. ലേഖനങ്ങൾ, പഠനങ്ങൾ, ലോക ചരിത്രങ്ങൾ, നാടിൻ്റെ ചരിത്രങ്ങൾ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും വായിച്ച അറിവുകൾ ഹൃദയസ്ഥമാക്കിയിട്ടുള്ള ആ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയായിരിക്കണം ഒരു കാഥികൻ. രണ്ടാമത്, ഈ വായിച്ച അനുഭവങ്ങളെ ആവിഷ്കരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പല പല ശേഷികളുണ്ടാവണം. ഒന്ന്, ഒരു കഥ പറയുവാൻ അയാൾ തിരഞ്ഞെടുത്താൽ, ഒരു നോവൽ തിരഞ്ഞെടുത്താൽ, ഒരു നാടകം തിരഞ്ഞെടുത്താൽ, ആ നാടകം ഞാൻ എങ്ങനെ കഥാപ്രസംഗമാക്കണം എന്ന് ചിന്തിക്കാൻ ശേഷിയുള്ള ഒരാളായിരിക്കണം. ആ ചിന്തയിലൂടെ അതൊരു തിരക്കഥാരൂപത്തിലേക്ക് എഴുതുവാൻ കഴിവുള്ള ഒരാളായിരിക്കണം കാഥികൻ. ആ എഴുതിയ കഥയിൽ പാട്ടുകൾ കൂട്ടിച്ചേർക്കണം, വേണ്ടേ? ആ പാട്ടുകൾ എഴുതുവാൻ ശേഷിയുള്ളൊരു കവി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ കഥാപ്രസംഗക്കാരൻ ഒരു കവിയും ആയിരിക്കണം. അതോടൊപ്പം ഈ എഴുതിയ ചെറിയ ചെറിയ കവിതകൾ അല്ലെങ്കിൽ കവിതാശകലങ്ങളെ ഗാനങ്ങളാക്കണം, അല്ലേ? ഗാനങ്ങളാക്കണമെങ്കിൽ അതിന് ഈണം വേണം. ഈണം കൊടുക്കണമെങ്കിൽ സംഗീതാത്മകത അല്ലെങ്കിൽ സംഗീതത്തെക്കുറിച്ച് ഒരു പൊതു ജ്ഞാനം ഉണ്ടാകണം. അതിന് സംഗീത കോളേജിൽ പോയി പഠിച്ച് ഗാനഭൂഷണം പാസ്സാകണം എന്നല്ല, സംഗീതാത്മകത മനസ്സിലുണ്ടായിരിക്കണം.
വരികൾക്ക് സംഗീതം കൊടുക്കാൻ, ഈണം കൊടുക്കാൻ പറ്റുന്ന ഒരു ശേഷി കഥാപ്രസംഗക്കാരന് ഉണ്ടായിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞാൽ അത് മനോഹരമായി പാടാനുള്ള ശേഷി ഉണ്ടാവണം, ഒരു ഗായകനായിരിക്കണം. അതും കഴിഞ്ഞാലോ നല്ല ശബ്ദ സൗഭഗത്വം ഉണ്ടായിരിക്കണം. പറയുന്ന വാക്കുകൾ ആളുകൾ കേട്ട് ആ വാക്കുകൾക്ക് പിന്നാലെ ഒഴുകാൻ അവർ പ്രേരിപ്പിക്കണം. വെള്ളത്തിൽ തുരുമ്പിടുമ്പോൾ ആ ഓളങ്ങൾ അതിനെ വഹിച്ചുകൊണ്ട് പോകുന്നത് പോലെ കാഥികൻ്റെ വാക്കുകളിലൂടെ, ആ വാക്കിൻ്റെ മാധുര്യത്തിലൂടെ കേൾവിക്കാർ ഇങ്ങനെ കൂടെ സഞ്ചരിക്കണം. അപ്പോൾ വാക്ക് മാധുര്യം ഉള്ളയാളായിരിക്കണം. പിന്നെയോ ഒരു നടനെപ്പോലെ അഭിനയശേഷിയുള്ളയാളായിരിക്കണം. ഒരു വലിയ നടനാവണ്ട, കൊച്ചു കൊച്ചു വികാരങ്ങളെ ഭാവാത്മകമായി മുഖത്ത് പ്രകടിപ്പിക്കുവാൻ കഴിവുള്ളയാളായിരിക്കണം. പല പല കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ സമന്വയിപ്പിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. ഇങ്ങനെ കേരളത്തിലോ ലോകത്തിലോ എവിടെയെങ്കിലുമൊക്കെ നിലനിൽക്കുന്ന വിവിധ കലകളുടെ ഒരു സമ്മിശ്രമായ രൂപം, സമ്മേളിതമായ രൂപം, ഇതെല്ലാം ഒരാളിലുണ്ടായിരിക്കണം. അതിന് പശ്ചാത്തലമായിട്ട് 2-3 പേർ ഹാർമോണിയവും തബലയും ഗിറ്റാറും ക്ലാർനെറ്റുമായിട്ട് നമ്മളൊപ്പം ഉണ്ട് എന്ന് മാത്രം. അതിന് ഭംഗി കൂട്ടാൻ, അതിൻ്റെ താളാത്മകത വർദ്ധിപ്പിക്കാൻ, അതിൻ്റെ ഭാവപരമായ ആവിഷ്കാരങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരാൻ. എന്നാൽ കാഥികൻ ഇങ്ങനെയെല്ലാമുള്ള ഒരാൾ ആയിരിക്കണമെന്നുള്ളതാണ് പ്രധാനം. നല്ല വായനക്കാരനല്ലെങ്കിൽ കഥാപ്രസംഗം വെറും കേട്ടു പഠിച്ച്, കാണാതെ പഠിച്ച് മുൻപിൽ ആവിഷ്കരിക്കുന്ന ഒരവസ്ഥ വരും. ആ അവസ്ഥ ഒരിക്കലും കേൾവിക്കാരെ ആ കഥയിലേക്ക് കൊണ്ടുപോവില്ല. നല്ല വാക് സാമർഥ്യമുള്ള ആൾ, നല്ലൊരു പ്രാസംഗികനായിരിക്കണം. ഞാൻ അത് പറയാൻ വിട്ടുപോയി. നല്ലൊരു പ്രാസംഗികനായിരിക്കണം കഥാപ്രസംഗക്കാരൻ. ഇങ്ങനെ ഞാൻ സൂചിപ്പിച്ചതും അഥവാ ഞാൻ എൻ്റെ അറിവിൽ കിട്ടാതെ പോയതുമായ ധാരാളം ഘടകങ്ങൾ ഒത്തുചേർന്നാൽ മാത്രമേ ഒരു കഥാപ്രസംഗക്കാരൻ ജനിക്കുകയുള്ളൂ. അതുകൊണ്ടും കൂടിയാണ് ആരോ ഒരിക്കൽ ഒരു അനുസ്മരണത്തിൽ പറഞ്ഞതുപോലെ, മുഖ്യമന്ത്രി തന്നെയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷത്തെ സാംബശിവൻ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഒരു പത്രസമ്മേളനത്തിലോ മറ്റോ പറയുന്നത് ഞാൻ കേട്ടു. കഥാപ്രസംഗ കല ഇന്ന് പിറകോട്ട് പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ആ തരത്തിലുള്ള സർഗശേഷി ഇല്ലാത്തവരുടെ, അല്ലെങ്കിൽ ആ സർഗശേഷി ഉള്ളവരുടെ അഭാവമാണ്. കഥാപ്രസംഗ കല ആ അർത്ഥത്തിൽ ആവിഷ്കരിക്കാൻ, അവതരിപ്പിക്കുവാൻ ശേഷിയുള്ളവരുടെ അഭാവം നമ്മൾ പുതിയ കാലത്ത് നേരിടുന്നുണ്ട്. ആ ഒരു കാര്യവും കൂടി നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പുതിയ കാലത്ത് കഥാപ്രസംഗത്തെ കാണാനും കേൾക്കാനും ആസ്വദിക്കാനും. സാംബശിവനിൽ നിന്നാണ് നമ്മളിതെല്ലാം പഠിച്ചെടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു കലാശാലയാണെന്ന് പറയുന്നതിൻ്റെ കാരണം. ഈ ഗുണങ്ങളെല്ലാം തികഞ്ഞ ആ കലാകാരിൽ നിന്ന് നമുക്ക് ധാരാളം സമ്പത്ത്, വിജ്ഞാനം അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേരളത്തിന്. അദ്ദേഹം, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ഈ ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും സഹോദരൻ അയ്യപ്പനും ഡോക്ടർ പൽപ്പുവും ഒക്കെ തുടങ്ങി വെച്ചിട്ടുള്ള, പൊയ്കയിൽ അപ്പച്ചനും ഒക്കെ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു നവോത്ഥാന ചരിത്രമുണ്ട് നമുക്ക്. ജാതി മതം തുടങ്ങിയിട്ടുള്ള അനാചാരങ്ങളുടെയും ദുരാചാരങ്ങളുടെയും പിടിയിൽ അമർന്ന് മനുഷ്യനല്ലാതായി ജീവിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് അവനെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ അവതരിച്ച ഒരു ഗുരുവാണ് ശ്രീനാരായണൻ എന്ന് പറയുവാനാണ് എനിക്കിഷ്ടം. അങ്ങനെയുള്ള ഗുരുവിൻ്റെ പാത പിന്തുടർന്ന് കേരളം ചെറിയ വെളിച്ചത്തിലേക്ക് ഇങ്ങനെ നീണ്ടുപോകും. ആ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ തുടങ്ങി വെച്ചതും അതിനെ തുടർന്നു കൊണ്ടുപോകുന്ന ഒരു വലിയ പ്രസ്ഥാനം കേരളത്തിലുണ്ടായി. അതാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അഥവാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതിൻ്റെ ആദ്യകാല വക്താക്കളിൽ കലാകാരൻ എന്നുള്ള നിലയിൽ സമൂഹത്തിൽ പുരോഗമന ആശയങ്ങൾ എത്തിക്കുവാൻ വേണ്ടി തൻ്റെ കലയിലൂടെ ശ്രമിച്ച പുരോഗമനകാരിയായ ഒരു കലാകാരനാണ് ശ്രീ സാംബശിവൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കല നമ്മളെ കൂടുതൽ ആകർഷിപ്പിച്ചത് എന്ന് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള അത്രയും വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ചില പാട്ടുകൾ പാടുവാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പൂജയ്ക്കു കോവിലിൽ പോയി നൃത്തമാടലും പുമ്മാനസങ്ങളെ
നൃത്തമാടിക്കലും, പൂജയ്ക്കു കോവിലിൽ പോയി നൃത്തമാടലും, പുമ്മാനസങ്ങളെ നൃത്തമാടിക്കലും, നർത്തന സേവയിൽ നെറ്റിത്തടത്തിൽ നിന്ന് എത്ര വിയർപ്പു നീരിറ്റിറ്റു വീഴുമോ, അത്ര വെൺമുത്തുകൾ മുന്നിലുതിരുന്നു നൽദേവദാസികൾക്കീശ്വരപ്രീതിയാൽ. ഈശ്വരൻ്റെ മുമ്പിൽ നൃത്തം ചെയ്ത് ഇങ്ങനെ വിയർപ്പ് മുത്തുകൾ വീഴുമ്പോൾ അവരുടെ ജീവിതത്തിൽ മുത്തുകളും പവിഴങ്ങളും വാരിക്കൂട്ടിയ അനുഭവങ്ങളും അനുഭൂതിയും ഉണ്ടാകുന്നു എന്നുള്ള വരി. റാണി എന്നൊരു കഥയെക്കുറിച്ച് കേട്ടാണല്ലോ. റാണി ആരാ എഴുതിയെന്ന് നിങ്ങൾ ഓർമ്മയുണ്ടോ? തിരുനെല്ലൂർ കരുണാകരൻ എന്ന കവിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നാളെ, ജൂലൈ 5. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഖണ്ഡകാവ്യമാണ്. ആ റാണിയെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ വരികൾ സാംബശിവൻ സാർ പാടുന്നതാണ്. റാണിയെന്നോമന പേരിവൾക്കേകിയ ഭാവനയാരുടേതാവാം, റാണിയെന്നോമന പേരിവൾക്കേകിയ ഭാവനയാരുടേതാവാം, നാഗകലകളി മണ്ണിലെഴുതിയ നാടൻ കലയുടേതാകാം. അങ്ങനല്ലേ? റാണിയെന്നോമന പേരിവൾക്കേകിയ ഭാവനയാരുടേതാവാം, നാഗകഥകളി മണ്ണിലെഴുതിയ നാടൻ കലയുടേതാവാം. ഇങ്ങനെയാണ്. പ്രേമശില്പി എന്നൊരു കഥയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പ്രേമശില്പി എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു കൊച്ചു കഥയാണ്. അതിലെ രാജകുമാരി തൻ്റെ ഭർത്താവിന് വേണ്ടി പണിയിപ്പിക്കുവാൻ ഒരു വലിയൊരു മണിമന്ദിരം സങ്കല്പിച്ചു, സ്വപ്നം കണ്ടു. ആ മണിമന്ദിരം പണിയിക്കാനായിട്ട് അവൾ ആഗ്രഹിക്കുന്ന അവളുടെ ആഗ്രഹം പറയുന്ന വരികളാണ്. പുത്തനായൊരു പള്ളി വേണം, പണി 10 മാസത്തിനുള്ളിൽ കഴിയണം. കാരണം അവളുടെ ഭർത്താവ് മറ്റു രാജ്യങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ നിന്നൊക്കെ തിരിച്ചു വരുമ്പോൾ ധാരാളം സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് വരും തനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുക്കാൻ ഒരു പള്ളി പണിത് കൊടുക്കാനാണ് അവൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, പുത്തനായൊരു പള്ളി വേണം, പണി 10 മാസത്തിനുള്ളിൽ കഴിയണം, മുന്നമാരും രചിക്കാത്ത മട്ടില മന്ദിരം നീല വാനിലുയരണം. ഇങ്ങനെ മുൻപ് ആരും രചിക്കാത്ത മട്ടിൽ അങ്ങനെ ഉയരണമെന്നാണ്. പുള്ളിമാൻ എന്നൊരു കഥയെക്കുറിച്ച് വരുന്നത്. പുള്ളിമാൻ അതും എസ്.കെ. പൊറ്റക്കാടിൻ്റെയാണ്. അതിനകത്ത് അതിലെ നായികയെക്കുറിച്ച് അതിലെ ഒരു നായകൻ പറയുന്നതാണ്. വള്ളിക്കുടിലിലെ പുള്ളിമാനെ, തുള്ളിക്കളിക്കുന്ന പുള്ളിമാനെ, വള്ളിക്കുടിലിലെ പുള്ളിമാനെ, തുള്ളിക്കളിക്കുന്ന പുള്ളിമാനെ, സ്നേഹിപ്പു നിന്നെ ഞാൻ എത്രമാത്രം, സ്നേഹിപ്പു ചൊല്ലാനെനിക്കുമേല. ചന്ദനക്കട്ടിൽ എന്നൊരു കഥയുണ്ട്. ഒരു രാജാവിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അല്ലേ കട്ടിൽ പണിയാനായിട്ട് തടി തേടി പോകുന്ന ആളുകളുടെ കഥയാണ് ചന്ദനക്കട്ടിൽ. അതിനെക്കുറിച്ചുള്ളൊരു പാട്ടുണ്ട്. വെമ്പല നാട്ടിലെ തമ്പുരാൻ്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം, വെമ്പല നാട്ടിലെ തമ്പുരാൻ്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം, കട്ടിൽ കടയുവാനാ കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം, ആനക്കൊമ്പാവണം മേലാപ്പിന് ആനമുഖം വേണം കാലുകളിൽ. CV പ്രസന്നകുമാർ സ്വാഗതം ആശംസിച്ചു. നമുക്ക് 1956 നവംബർ മാസം 1-ാം തീയതി നമ്മൾ സംസാരിക്കുന്ന ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനങ്ങളും രൂപം കൊണ്ടു. നമുക്ക് നമ്മുടെ മലയാളം സംസാരിക്കുന്ന പ്രദേശത്തെ എന്ത് വിളിച്ചു? ആർക്ക് പറയാം? എന്താ വിളിച്ചേ? മലയാളം, മലയാളികൾ. അപ്പോൾ ആ സംസ്ഥാനത്തിനൊരു പേര് കൊടുത്തല്ലോ. ആ പേരെന്തായിരുന്നു? വരട്ടെ.
ആ സംസ്ഥാനത്തിൻ്റെ പേര് നമ്മൾ മലയാളം സംസാരിക്കുന്ന ഭാഷ സംസാരിക്കുന്ന പ്രദേശത്തെ അധിവസിക്കുന്ന ആളുകളുടെ ആ പ്രദേശത്തിനൊരു പേര് കൊടുത്തല്ലോ. ആർക്ക് പറയാം? കേരളം. അതാണല്ലോ ഞാൻ പറഞ്ഞ കേരളം. ആ കേരളത്തെ 56-ൽ കേരളം 56-ൽ രൂപം കൊണ്ടപ്പോൾ നമ്മുടെ കേരളം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ആ കേരളത്തെ നമുക്ക് സന്തോഷപ്രദമായ രീതിയിൽ ആഹ്ലാദഭരിതമായി ഒന്ന് ജീവിക്കുവാൻ, ഒരു പാട്ടൊന്ന് മൂളി കേൾക്കുവാൻ, പാടുവാൻ, ഒരു ഉത്സവം എല്ലാവരും ഒരുമിച്ച് നിന്ന് കാണുവാൻ, ഒരു വഴിയിലൂടെ എല്ലാവർക്കും ഒരുമിച്ച് നടന്നു പോകുവാൻ ഒക്കെ കഴിയുന്നതായിരുന്നില്ല 56-ന് മുൻപുള്ള ഈ പ്രദേശങ്ങളൊന്നും തന്നെ. അതിന് നമുക്ക് ഒരു കേരളം രൂപീകരിച്ച സമയത്ത്, അതിന് മുമ്പേ തന്നെ കേരളത്തെ കേരളമാക്കി എടുക്കുന്നതിന് വേണ്ടി വീടും നാടും സ്വന്തവും ബന്ധവും പ്രിയമായതൊക്കെയും ഉപേക്ഷിച്ച കുറേ മനുഷ്യർ ഇറങ്ങിത്തിരിച്ചിരുന്നു. അതിൽ നമ്മുടെ ശ്രീനാരായണ ഗുരുവുണ്ട്, അയ്യൻകാളിയുണ്ട്, AKG ഉണ്ട്, കൃഷ്ണപിള്ളയുണ്ട്, ഗാന്ധിജിയുണ്ട്, ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ളയുണ്ട്, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. ഇവരൊക്കെ തീർത്തതാണ് നമ്മുടെ സുന്ദരമായ ഈ കേരളം. ഈ കേരളത്തിലാണ് നമ്മുടെ ഉത്സവങ്ങൾ, കലകൾ, സംഗീതം, സാഹിത്യം ഒക്കെ രൂപപ്പെട്ടു വന്നത്. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ നമ്മളിന്ന് കേരളത്തെ ഓർക്കുകയാണ്. കേരളത്തെ ഈ നിലയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച മഹാന്മാരിൽ ഒരാളാണ് നമ്മുടെ കാഥികനായ ശ്രീ ബാക്കി ആർക്ക് പറയാം? സാംബശിവൻ. സാംബശിവനെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകാറില്ല. ഒന്നുമില്ലെങ്കിലും നമ്മൾ പറയും, ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്? സാംബശിവൻ പറഞ്ഞതുപോലെ, അല്ലേ? സാംബശിവൻ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പം ആ നിലയ്ക്ക് നാം നമ്മുടെ കേരളത്തെ സംഗീതത്തിൻ്റെയും കലയുടെയും ഒക്കെ ഇഴചേർത്തുകൊണ്ട് ഒരു സംസ്കാരത്തെ രൂപീകരിച്ചെടുക്കുന്നതിൽ വലിയ വലിയ പങ്ക് വഹിച്ച ഒരു കാഥികനാണ് ശ്രീ സാംബശിവൻ. കഥ പറയുക എന്ന് പറയുന്നത്, കഥ കേൾക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയങ്കരമായ ഒരു സംഗതിയാണ്. ആരെങ്കിലും ഞാനൊരു കഥ പറയാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കഥ പറയുന്ന ആളിൻ്റെ ചുറ്റിലും കൂടും. അത് നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങിയ ഒരു ശീലമാണ്. കഥകൾ കേട്ടാണ് നമ്മൾ വളർന്നത്. കഥകളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം നമ്മൾ വർദ്ധിപ്പിച്ചത്. നമുക്കറിയാം, പണ്ട് കഥ നിർത്തിക്കഴിഞ്ഞാൽ കഴുത്ത് വെട്ടും എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ അരികിൽ ഒരു പെൺകുട്ടി നിർത്താതെ 1001 കഥകൾ പറഞ്ഞു അവളുടെ ജീവൻ അവൾ രക്ഷപ്പെടുത്തി. അതാണ് 1001 രാവുകൾ എന്ന് പറയുന്ന കഥ. ഒരു കഥ കൊണ്ട് ജീവിതം വേണ്ട എന്ന് തീരുമാനിച്ച ഒരു രാജകുമാരിയുടെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു കഥയ്ക്ക് കഴിഞ്ഞു. ഒരു കഥ കൊണ്ട് ജീവിതത്തിൽ യാതൊരുവിധ ഉത്തരവാദിത്വമില്ലാതെ നടന്നിരുന്ന 2 രാജകുമാരന്മാരെ രാജ്യത്തിൻ്റെ അധികാരികളാക്കി മാറ്റിയെടുക്കാൻ ഒരു കഥയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ കഥകൾക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാനും മറിക്കാനും ഒക്കെയുള്ള ഒരുപാട് ശക്തിയുണ്ട് എന്നുള്ളതാണ് നാം തിരിച്ചറിയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ കഥകളുടെ ചരിത്രം നമ്മളെ വല്ലാതെ ആകർഷിക്കപ്പെടുന്നത്. നമ്മുടെ ആഫ്രിക്കൻ നാട് എന്ന് പറഞ്ഞാൽ വനാന്തരങ്ങളും ഒഴിഞ്ഞ ജനവാസം തിങ്ങി നിറഞ്ഞ ഇടങ്ങളുണ്ട്. അവിടെ വളരെ വികൃതി നിറഞ്ഞ ഒരു കുട്ടിയെ ഒരു വിദ്യാലയത്തിലേക്ക് പഠിപ്പിക്കുവാനായിട്ട് എൻ്റെ രക്ഷിതാക്കൾ കൊണ്ടുപോവുകയാണ്. പക്ഷേ കുട്ടിക്ക് യാതൊരുവിധ അനുസരണയുമില്ല, കുട്ടി അനുസരിക്കാറുമില്ല. അധ്യാപികയെ പോടി എടി എന്നൊക്കെയാണ് വിളിക്കുക. അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് പൊറുതിമുട്ടിയ അധ്യാപകർ പറഞ്ഞു, ഈ കുട്ടിയെ ഇവിടെ പഠിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷേ അവിടെയുള്ള ഒരു ടീച്ചർ
ആ കുട്ടി ഏറ്റെടുക്കുക മാത്രമല്ല അവൻ്റെ ദൈനംദിനമുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷണത്തിൽ അവർ ഉൾക്കൊള്ളിച്ചു. അങ്ങനെ ഒരു ദിവസം ഇവൻ സ്കൂളിൽ വരാതെ വരാന്തയിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ആ വരാന്തയോട് ചേർന്നുള്ള ഒരു വായനശാല മുറി ടീച്ചർ ഒരുക്കിയിരുന്നു. ആ വായനശാലയുടെ ഏറ്റവും ഫ്രണ്ടിൽ അലമാരയിൽ ഒരു പെൺകുട്ടി ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം അവൻ കാണാനിടയായി. അവൻ ആ ചിത്രം വളരെ ആകർഷണമായി. കാരണം ഇവനും ബീഡി വലിക്കുന്നവനാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ബീഡി വലിക്കുന്ന ഒരു ചിത്രം കണ്ടു. ആ പുസ്തകം അവൻ ആരും കാണാതെ തന്നെ കൈക്കലാക്കി. എന്നിട്ടവൻ ക്ലാസ്സിൽ കയറാതെ ഓടുകയാണ് അവൻ്റെ വീട്ടിലേക്ക്. വീട്ടിൽ ചെന്ന് ആർത്തിയോടുകൂടി ആ പുസ്തകം വായിച്ചു തീർത്തു. അത് ആംഗലേയ സാഹിത്യത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു എഴുത്തുകാരൻ്റെ പുസ്തകമായിരുന്നു. അടുത്ത ദിവസം അവൻ ആരും കാണാതെ തന്നെ, അവൻ്റെ വിചാരം ആരും കാണുന്നില്ല എന്നുള്ളതാണ്, ആ പുസ്തകം ഇരുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചു. അവിടെ അതാ മറ്റൊരു പുസ്തകം, അതേ എഴുത്തുകാരൻ്റെ മറ്റൊരു പുസ്തകം ഇരിക്കുന്നു. അതും അവൻ ആരും കാണാതെ കൈക്കലാക്കി വീട്ടിലേക്ക് ഓടുകയാണ്. ഇതെല്ലാം ഒരാൾ കാണുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം ആരാണെന്ന്. അങ്ങനെ ഇവൻ എല്ലാ പുസ്തകങ്ങളും ക്ലാസ്സിൽ വരാതെ തന്നെ വായിക്കുകയാണ്. ഒരു 100 പുസ്തകത്തിനപ്പുറത്തേക്ക് അവൻ്റെ വായന കടക്കുകയാണ്. എല്ലാ ദിവസവും അവൻ വരുമ്പോൾ ആ എഴുത്തുകാരൻ്റെ പുസ്തകം, മറ്റൊരു പുസ്തകം അവിടെ ഉണ്ടാവും. അങ്ങനെ ഇവൻ നിരന്തരം വായിച്ചു അവന് ഊണില്ല ഉറക്കമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. അവൻ്റെ കുരുത്തക്കേടുകളെല്ലാം അവസാനിക്കുകയാണ്. അവൻ ടീച്ചറെ വളരെ ബഹുമാനത്തോടു കൂടി ടീച്ചറമ്മ എന്ന് വിളിക്കുകയാണ്. അവൻ്റെ അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും നാട്ടുകാരോടുമൊക്കെ വലിയ ഒരു ആത്മാർത്ഥത, മര്യാദ അവൻ കാണിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ കുട്ടിയുടെ ജീവിതം പാടെ മാറി. അപ്പോൾ ഇവനെ വിദ്യാഭ്യാസത്തിൽ ഉന്നത വിദ്യാഭ്യാസമെല്ലാം നേടി അവിടുത്തെ സബ് കളക്ടറായി മാറിയ ഒരു ഘട്ടത്തിൽ അയാൾക്കൊരു സ്വീകരണം കൊടുക്കുന്ന ഒരു വേദി ഉണ്ടായിരുന്നു. അവിടെ അവൻ്റെ അധ്യാപികയും വന്നിരുന്നു. അയാൾ ആ കഥ പറയുകയാണ്. സബ് കളക്ടർ അയാളുടെ കഥ പറഞ്ഞു. ഞാനിങ്ങനെയായി തീർന്നതിൻ്റെ പിന്നിൽ ഏറ്റവും എന്നെ സ്വാധീനിച്ചത് ഈ പുസ്തകങ്ങളാണ്, ഈ നോവലുകളാണ്, ഈ കഥകളാണ്. അപ്പോൾ ടീച്ചർ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. അപ്പോഴാണ് അവൻ ടീച്ചറെ കാണുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, എനിക്ക് ഒരു സത്യം പറയുവാനുണ്ട്. എന്താണ് സത്യം? ഇവന് വേണ്ടി ഇവൻ അറിയാതെ പുസ്തകങ്ങൾ അലമാരയിൽ കൊണ്ട് തിരികെ വെച്ചത് ഞാനായിരുന്നു. അത് കൂടി അറിഞ്ഞപ്പോഴേക്കും അധ്യാപികയും ശിഷ്യനും തമ്മിൽ പിന്നെ കണ്ണുനീരിൻ്റെ കടലായി മാറി അവിടെ എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ സന്തോഷം പങ്കുവയ്ക്കാൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ തയ്യാറായി എന്നുള്ളതാണ്. ഇവിടെ നാം തിരിച്ചറിയേണ്ടത്, വായിക്കാൻ താല്പര്യമില്ലാത്ത ഒരു കുട്ടിയെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരാൾ ചെയ്യുന്ന കർമ്മമാണ് ഏറ്റവും മഹത്തായ ഒരു കർമ്മം. സമുദ്രതീരം ചെയർമാൻ ഉർവൽ സിംഗ് എം, തട്ടാമല മധു, ശരൺ തമ്പി, സന്തോഷ് പാരിപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഒരുപാട് കർമ്മങ്ങളിൽ ഒരുപാട് പേരുണ്ടെങ്കിലും ചില വ്യക്തികൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഒന്ന്, മലയാള കാവ്യരംഗത്ത് ഒരുപാട് കവികളുണ്ടെങ്കിലും ജനകീയ കവി ഒന്നേ ഉള്ളൂ, അത് കുഞ്ചൻ നമ്പ്യാരാണ്. അമേരിക്കയിൽ ഒരുപാട് പ്രസിഡൻ്റന്മാർ വന്നിട്ടുണ്ട്, അമേരിക്കൻ പ്രസിഡൻ്റന്മാർ. പക്ഷേ ജനഹൃദയങ്ങളിൽ പതിഞ്ഞ ഒരു പ്രസിഡൻ്റേ ഉള്ളൂ, അത് എബ്രഹാം ലിങ്കനാണ്. മലയാള ചലച്ചിത്ര ഗാന രംഗത്ത്, അതായത് ഗാനം പാടി അഭിനയിക്കുന്നതിൽ ഒരുപാട് നടന്മാരുണ്ടെങ്കിലും മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ ആ പാട്ട് പാടി അഭിനയശേഷി ഉള്ള ഒരു നടനായിട്ടാണ് എല്ലാവരും കാണുന്നത്, അത് പ്രേം നസീറാണ്. അങ്ങനെ തിരക്കഥയിൽ, മലയാള തിരക്കഥാകൃത്തിൽ ആദ്യത്തെ പേര് നമ്മളെ മനസ്സിൽ ഓർമ്മ വരുന്നത് MT വാസുദേവൻ നായരാണ്. നാടകരചയിതാക്കളിൽ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത്, അല്ലെങ്കിൽ രണ്ടുപേര് വരും, ഒന്ന് തോപ്പിൽ ഫാസിയും മറ്റൊന്ന് NN പിള്ളയും. ഇങ്ങനെ ഒറ്റയാന്മാരുണ്ട്. അപ്പോൾ കഥാപ്രസംഗത്തിൽ ഒറ്റയാൻ എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം, കഥാപ്രസംഗത്തിൽ ഒരുപാട് കാഥികന്മാർ. ഞാൻ എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കേട്ട ആദ്യത്തെ കഥയെന്ന് പറയുന്നത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലാണ്, ഹർഷകുമാർ സാറിൻ്റെ. ഞാൻ പഠിച്ച ഒരു ട്യൂട്ടോറിയൽ
അന്നത്തെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ട്യൂട്ടോറിയൽ കോളേജിൻ്റെ വാർഷികത്തിന് അവിടുത്തെ വ്യക്തികൾ ആ സമാപന സമ്മേളനത്തിന് വെച്ച ഒരു കലോപഹാരം വി ഹർഷകുമാർ സാറിൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നിന്നായിരുന്നു. അതായിരുന്നു ആ ഒരു പ്രത്യേകത. അത് കേൾക്കാൻ ധാരാളം ആൾക്കാർ വന്നു. അന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പക്ഷേ ഒരുപാട് കാഥികരുണ്ടെങ്കിലും സാംബശിവൻ സാറിൻ്റെ കഥയിലൂടെ കേട്ട പാട്ടുകളാണ് മനസ്സിൽ ഇന്ന് ഹൃദയസ്ഥമായിരിക്കുന്നത്, മനഃപ്പാടമാക്കി വെച്ച് പാടുന്നത്. ഇപ്പോൾ ശ്രീകുമാർ സാർ ഇവിടെ നിന്ന് പാടിയതെല്ലാം സാറിനോടൊപ്പം സഹകരിച്ചതിൻ്റെ പേരിലാണ് ഞാനും അതൊക്കെ പഠിച്ചത്. അപ്പോൾ അങ്ങനെ നാടകങ്ങൾ, എത്രയോ നാടകങ്ങൾ, പേര് കേട്ട നാടകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. തീ നാടകം, അങ്ങനെ ഒത്തിരി നാടകങ്ങൾ. പക്ഷേ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെയും KPSCയുടെയും നാടകങ്ങളിലെ പഴയകാല പാട്ടുകളാണ് ഇന്നും നമ്മൾ മൂളിപ്പാട്ടും പാടി നടക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ സാംബശിവൻ്റെ കഥയിൽ യൂട്യൂബിൽ കേട്ടപ്പോൾ തന്നെ ഞാനൊരു പാട്ട്, അതൊരു കടങ്കഥയാണ്. അദ്ദേഹം നല്ല മനോഹരമായിട്ടാണ് അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അത് ഇതാണ്: കണ്ണിൽ പേടാത്തൊരു കളവാണി പെണ്ണിന് കർണാടക സംഗീതവും കുത്തിവയ്പ്പും. നമ്മളോടൊരു ചോദ്യമാണത്. ഈ കടങ്കഥ ചോദിച്ചിട്ട് ഇതിൻ്റെ ഉത്തരം പറയണം. ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാമോ ഒരു ഉത്തരം? സാംബശിവൻ ഒരിക്കൽ വേദിയിൽ നിന്ന് ചോദിച്ചതാണ്. ഞാൻ കടമെടുത്തുകൊണ്ട് പറയുകയാണ്: കണ്ണിൽ പേടാത്തൊരു കളവാണി പെണ്ണിന് കർണാടക സംഗീതവും കുത്തിവയ്പ്പും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം എന്താണെന്ന്? കൊതുകിനെക്കുറിച്ചുള്ള ഒരു അവതരണമായിരുന്നു അത്. അങ്ങനെ ഇത്തരത്തിൽ മലയാള കഥാരംഗത്ത് മലയാളികളുടെ മനം കവർന്ന കഥാകാരനെ അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ ഈ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നു. മഹാനായ കാഥികൻ ശ്രീ വി സാംബശിവൻ സാറിൻ്റെ പാവനസ്മരണയ്ക്ക് മുന്നിൽ പുഷ്പാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തെ ഒരു നിമിഷം ഞാൻ സ്മരിക്കുകയാണ്. ഒരു അനുസ്മരണ പ്രഭാഷണം എന്നാണ് എനിക്ക് തന്നൊരു കർത്തവ്യം. അപ്പോൾ ഒരിക്കലും എനിക്ക് അനുസ്മരണ പ്രഭാഷണം നടത്താൻ കഴിയില്ല. കാര്യം അദ്ദേഹമായിട്ട് എനിക്ക് ഒരു ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ ജനിക്കുന്നതിന് മുന്നേ അദ്ദേഹം മരണപ്പെട്ടു പോയിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കഥകൾ യൂട്യൂബിലൂടെയും അല്ലാണ്ടും ഒക്കെ കേട്ടുള്ളൊരു പരിചയമുള്ളൂ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കഥ വേദിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. റാണി എന്ന പേരുള്ള, റാണി എന്നാണ് ആ കഥയുടെ പേര്. തിരുനെല്ലൂർ കരുണാകരൻ സാറിൻ്റെ ഒരു കവിതയുടെ കഥാപ്രസംഗ ആവിഷ്കാരമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ വസന്തകുമാർ സാംബശിവൻ സാറുമായിട്ട് നല്ല അടുപ്പത്തിലാണ്. അദ്ദേഹം ഒരു ഗുരുസ്ഥാനീയനാണ് എനിക്ക്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി, ഇപ്പോൾ സാംബശിവൻ സാറിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കഥകൾ കേട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പിന്നെ രാജീവ് സാറാണെങ്കിലും എൻ്റെ മറ്റ് കാഥിക ലോകത്തെ ഗുരുനാഥന്മാരായി ഞാൻ കാണുന്ന ആളുകൾ പറഞ്ഞു തന്നിട്ടുള്ളൊരു വിവരം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പാവനസ്മരണയ്ക്ക് മുന്നിൽ ഒരു പിടി പുഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു വേദിയിൽ എന്നെ ക്ഷണിച്ചതിന് സമുദ്രയിൽ അങ്ങനെ പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ഒരു ആവശ്യമില്ല. കാര്യം ഞാനിവിടെ സ്ഥിരമായിട്ട് വന്നു പോകുന്ന ഒരാളാണ്. റുവൽ സിംഗ് സാറിനെ ഞാൻ 2 ദിവസം മുന്നേയും എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ സമുദ്രയ്ക്കും റുവൽ സിംഗ് സാറിന് ഒരു നന്ദി പറയേണ്ട ആവശ്യമില്ല. കാര്യം ഞാനിവിടുത്തെ ഒരാളാണ്. എന്നാൽ പോലും എന്നെ ഈ വേദിയിൽ ക്ഷണിച്ച ഈ മഹനീയമായ പരിപാടിയിൽ ഈ മൈക്കിന് മുന്നിൽ നിൽക്കാനൊരവസരം ഒരുക്കി തന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം. നന്ദി. മാമ്പള്ളി GR രഘുനാഥൻ ചടങ്ങിൽ നന്ദി അറിയിച്ചു. സാംബശിവൻ കഥാപ്രസംഗം പറഞ്ഞ സമയത്ത് അന്ന് ഈ പേപ്പറിലെല്ലാം സാംബശിവൻ്റെ കഥാപ്രസംഗങ്ങൾ എവിടെയെല്ലാം ഉണ്ടെന്നും പറഞ്ഞൊരു വലിയ ലിസ്റ്റ്, എഡിറ്റോറിയൽ എഴുതുന്നത് പോലെ ആ ലിസ്റ്റ് വരുമായിരുന്നു. ഒരു ദിവസം തന്നെ 1, 2, 3 വേദികളിൽ ഒരു മാസം മൊത്തവും കഥാപ്രസംഗം. അതുപോലെ ഒരു കാഥികൻ്റെയും ഒരു കാഥികയുടെയും പരിപാടി കണ്ടിട്ടില്ല. ആ ഇടയ്ക്ക് മുതിർന്നവർ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് കടാമംഗലം സദാനന്ദൻ,
വാത്യാർ, അവരൊക്കെ കടാമംഗലം സദാനന്ദൻ്റെയും ഒക്കെ ആളുകൾ അതിന് പ്രത്യേകം ഒരുമിച്ച് കൂടുമെങ്കിലും സാംബശിവനാണ് അതിനെ അത്രയും ജനകീയമാക്കി ആളുകളെ ഒരുമിപ്പിക്കുന്നതിനും അവരിലെ വിചാര തരംഗങ്ങൾ കൊണ്ടുവരുന്നതിനും പരിവർത്തനം കൊണ്ടുവരുന്നതിനും ഏത് ഇംഗ്ലീഷ് കഥകളും അനായാസമായിട്ട് കഥാപ്രസംഗ ശൈലിയിലൂടെ അവതരിപ്പിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മകനും ഇപ്പം കഥാപ്രസംഗം പറയുന്നുണ്ട്. പക്ഷേ ശാംബശിവനാണ് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത്. എന്താണോ നമ്മൾ ഈ ലോകത്തിന് കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും. കഥാപ്രസംഗത്തിലൂടെ പരിവർത്തനം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെങ്കിൽ പരിവർത്തനം കിട്ടും. ദുഃഖം കൊടുക്കാൻ കഴിഞ്ഞാൽ ദുഃഖം കിട്ടും. കളിയാക്കൽ നടത്തിയ കളിയാക്കൽ കിട്ടും. അത് ലോക നിയമമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും സുഖം കൊടുക്കാൻ, ശാന്തി കൊടുക്കാൻ, ആനന്ദം കൊടുക്കാൻ, സന്തോഷം കൊടുക്കാൻ, സാഹിത്യം കൊടുക്കാൻ, കല കൊടുക്കാൻ ജീവിതം മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതവും അതുപോലെ ആയി മാറും. തെറ്റായി പോലും ആരെയും ദുഃഖം കൊടുക്കാതിരിക്കണം, ക്ലേശിപ്പിക്കാതിരിക്കണം, വിഷമിപ്പിക്കാതിരിക്കണം. എങ്കിൽ നമുക്ക് എല്ലാ വിഷമങ്ങളെയും അതിജീവിക്കാനുള്ള സ്റ്റെബിലിറ്റി കിട്ടും. സാംബശിവൻ്റെ കഥയിലെ ഒരു വരിയെങ്കിലും ഓർമ്മയില്ലാതെ ആരും കാണത്തില്ല. ഞാൻ പല വേദികളിലും പോയിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വരിയുണ്ട്. അതിതാണ്: ബദ്ധവൈരികളായ 2 പേർ പെറ്റ വംശജരാണവർ, കൊത്തുവാൻ പണം നിർത്തി നിന്നിടും ഉഗ്രസർപ്പങ്ങൾ മാതിരി. ബദ്ധവൈരികളായ 2 പേർ പെറ്റ വംശജരാണവർ, കൊത്തുവാൻ പണം നിർത്തി നിന്നിടും ഉഗ്രസർപ്പങ്ങൾ മാതിരി. അദ്ദേഹത്തിൻ്റെ വരി മനസ്സിൽ തങ്ങിയിരിക്കുകയാണ്. അത്രയും മഹാനായ സാംബശിവനെ ഇന്ന് അനുസ്മരിക്കാൻ വേണ്ടി ഇപ്പം നേരത്തെ മനുഷ്യ മനസ്സിൽ ഭാവനകൾ ഉണരണം, ചിന്തകൾ ഉണരണം. അങ്ങനെ റൂവൽ സിംഗിൻ്റെ സാറിൻ്റെയും നമ്മുടെ ശ്രീകുമാർ സാറിൻ്റെയും മനസ്സിൽ ഉതിർന്നു വന്ന ആ സങ്കല്പമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ പരിപാടിയായിട്ട് ആവിഷ്കരിച്ചത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിനവസരമുണ്ടാക്കിയ എല്ലാ കലാകാരന്മാരെയും, എല്ലാ സാഹിത്യകാരന്മാരെയും, എല്ലാ ഉദ്യമക്കാരെയും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇത് കേട്ട് ഇവിടെ സന്തോഷത്തോടു കൂടി ഇത് ആസ്വദിച്ച എല്ലാ അച്ഛന്മാർക്കും അമ്മമാർക്കും സഹോദരന്മാർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.